നോമ്പ് നമ്മൾ വിചാരിക്കുന്നു കുക്കിങ്ങിൻ്റെ മാസമാണെന്നാണ് വിചാരിച്ചു പോയത്. എന്ത് ചെയ്യാനാ? റമദാൻ ഭക്ഷണത്തിൻ്റെ മാസമാണ് നമ്മളങ്ങ് വിചാരിച്ചു പോയി. ഒരു തിരുത്തു പറയാണ്. അത് പ്രാക്ടിക്കലായി നടക്കോ ഇല്ല എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ശീലിച്ചു പോകുന്നൊരു സിസ്റ്റത്തെ ഒറ്റയടിക്ക് മാറ്റണം എന്നത് ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മനുഷ്യൻ വിശന്നു നോമ്പെടുത്തു കഴിഞ്ഞാൽ, മനുഷ്യൻ വിശന്നു കഴിഞ്ഞാൽ ഏത് ഭക്ഷണം കൊടുത്താലും മനുഷ്യൻ്റെ വിശപ്പടങ്ങും, അല്ലേ? ഇന്ന തന്നെ വേണമെന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ ശരിക്കും വിശന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പടക്കാൻ കഴിയുന്ന ഏത് ഭക്ഷണവും മതി. മിനിമം ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ വിശപ്പടക്കാൻ കഴിയും. പക്ഷേ നമ്മൾ വിശക്കുമ്പോൾ എന്ത് വിചാരിക്കും? അത് വേണം, ഇത് വേണം. നോമ്പിനെ നമ്മൾ സമൂസയിൽ പൊതിഞ്ഞിരിക്കുകയാണെന്നാണ് പറയാം. നോമ്പിനെ ഭക്ഷണത്തിൽ നമ്മൾ പൊതിഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുക്കും. ആ ജ്യൂസ് വേണം, ഈ ജ്യൂസ് വേണം, അത് വേണം, ഇത് വേണം, ഒരുപാട് വെറൈറ്റികൾ തീന്മേശയിൽ വെച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ നോമ്പ് തുറക്കുന്നതോടുകൂടെ അല്ലാഹുമ്മ ലക സുംത് വഅലാ റിസ്ഖിക അഫ്തർത്, ആ ഭക്ഷണങ്ങൾ മുഴുവനും മുമ്പിലുണ്ടായിരിക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം നിങ്ങൾ രുചിക്കുമ്പോഴേക്കും നിങ്ങളുടെ വിശപ്പ് തീർന്നു, ബാക്കിയുള്ളത് നിങ്ങൾക്ക് തൊടാൻ കഴിയാതെ മാറ്റിവെക്കുകയാണ്. അള്ളാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വളരെ ചെറിയ മിനിമം ഭക്ഷണം മതിയായിരുന്നു, പക്ഷേ നിങ്ങളായിട്ടിത് പോരാ എന്ന് വിചാരിച്ചതല്ലേ, അതുകൊണ്ടല്ലേ ഈ വേസ്റ്റ് വന്നത്. ഒന്ന് ഫൈനാൻഷ്യലി നമുക്കത് നഷ്ടമാണ്. ഭക്ഷണം വേസ്റ്റാക്കുക എന്ന വലിയൊരു കുറ്റം അതിലൂടെ വരും. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലേറെ നമ്മൾ ഭക്ഷണങ്ങളങ്ങ് കഴിച്ച് റമദാൻ കഴിയുന്നതോടുകൂടെ അമിതവണ്ണം വെക്കുകയും അല്ലെങ്കിൽ ശരീരത്തിന് വെയിറ്റ് കൂടുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. രാവിലെ ജോലിക്ക് പോകാൻ പറ്റുമോ? ജോലി സ്ഥലത്ത് പോയാൽ കിടന്നുറങ്ങൂലേ? എന്തേ? കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റൂല. കാരണം ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്. നോമ്പ് തുറന്ന് കുറച്ച് ഓവറായി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മുത്താഴം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത നോമ്പ് തുറക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് പാനീയങ്ങൾ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, പലഹാരങ്ങൾ. എന്തിന്? ഒരു 16 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിനാണ് നമ്മൾ ഇത്രത്തോളം ഓവർലോഡ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത്. ഇത് ഫിസിക്കലി, ഫൈനാൻഷ്യലി, സോഷ്യലി, എത്തിക്കലി, മോറലി എല്ലാം റോങ് ആണ്. നോമ്പ് നിശ്ചയിച്ചതിനല്ല. കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ പറ്റും എന്ന് അനുഭവിപ്പിക്കാനാണ് അള്ളാഹു നോമ്പ് നൽകുന്നത്. മിനിമം ഭക്ഷണം മതി, അത് ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, വിശപ്പടങ്ങാൻ പറ്റും. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ റമദാനിലാണ് സ്പെഷ്യൽ റമദാൻ കുക്കറി ഷോ കാണാൻ പറ്റുക. ചാനലുകൾ ചാനൽ മുഴുവൻ ചെയ്യും. കാരണം ജനങ്ങൾക്കതാ വേണ്ടത്. പിന്നെ അവരായിട്ട് ഇപ്പോൾ ഈമാനും തഖ്വയും അവർ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് അവർ കൊടുക്കുകയാണ്. അപ്പോൾ റമദാൻ്റെ സ്പെഷ്യൽ കുക്കിംഗ്. അപ്പം മനസ്സിലാക്കുന്നു ഇത് തിന്നാനുള്ള മാസമല്ലല്ലോ, പട്ടിണിയടക്കം പറഞ്ഞ മാസമല്ലേ.